ഇതിനകത്തിൽ മാത്രമാകട്ടെ ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷൻ പാസ്റ്റർ ബച്ചൻ, പാസ്റ്റർ, എല്ലാ സഭാവിശ്വാസികൾക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വിഷയം കരുണ എന്നതാണ്. ആദ്യം നമുക്ക് രണ്ട് വാക്യം വായിക്കാം. മത്തായി 15:22, മത്തായി 20:30. ഞാൻ വായിക്കാം. 15:28 ഇങ്ങനെയാണ്: ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അടുത്ത് 20:30. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കണ്ട്, കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ ഈ 2 ഭാഗത്ത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ടേമാണ് കർത്താവേ ദാവീദ് പുത്ര. അതല്ല, അതിന് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് കരുണ? നമ്മളിന്ന് കഥ കേട്ടു, നമ്മൾ ഉപന്യാസം കേട്ടു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കരുണ? മേഴ്സി എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഞാൻ ഒരു മീനിങ് വായിക്കാം. അതിലിങ്ങനെയാണ് പറയുന്നത്: എ കമ്പാഷനേറ്റ് ഗിഫ്റ്റ് ടു സംവൺ ഹു ഈസ് സഫറിങ്. കമ്പാഷനേറ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വരും. ഗിഫ്റ്റ് ടു സംവൺ ഹു ഈസ് സഫറിങ്, അനുഭവിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് കരുണ എന്ന് പറയുന്നത്. അതൊരു സമ്മാനമാണ് കരുണ. അപ്പം ഇവിടെ ഈ സമ്മാനം ആർക്ക് കൊടുക്കുന്നതാണ്? സഫർ ചെയ്യുന്ന ആൾക്ക്, അനുഭവിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് കരുണ. അപ്പൊ ഇവിടെ 2 വ്യക്തികൾ കരുണ തോന്നണമേ എന്ന് യേശുവിനോട് ചോദിക്കുക. അപ്പൊ അവർക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായിരുന്നത്? നമുക്ക് വീണ്ടും ഒന്നും കൂടെ വാക്യത്തിലോട്ട് വരാം. 15:22 ഇങ്ങനെയാണ് പറയുന്നത്: എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മക്കൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. അപ്പം അവിടെ ആ സ്ത്രീയുടെ മകൾക്ക് എന്ത് വേണമായിരുന്നു? ഒരു സൗഖ്യം വേണമായിരുന്നു. പുള്ളിക്കാരി സഫർ ചെയ്യുകയാണ്, അനുഭവിക്കുകയാണ്, കാരണം തൻ്റെ മക്കൾക്ക് വയ്യ. അതൊരു സഹനമാണ്, പുള്ളിക്കാരി സഫർ ചെയ്യുവാണ്. സെയിം തിങ് 20-ാം അധ്യായം, കുരുടന്മാരുടെ കാഴ്ചയിൽ എന്തോ ഞങ്ങളോട് കരുണ തോന്നണമേ. അത് കഴിഞ്ഞിട്ട് യേശു അവരോട് ചോദിക്കുവാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു. അപ്പൊ അവരുടെ സഫറിങ്ങിലേക്ക് വരികയാണ്. 34-ാം വാക്യം എന്തുവാണ് അവർ പറയുന്നത്? കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം. അപ്പൊ അവിടെ അവർക്കുള്ള സഫറിങ് എന്തുവാണ്? കണ്ണ് തുറന്നു കിട്ടണം. ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഈ 2 ഭാഗത്തും അവർക്ക് എന്തുണ്ട്? ഒരു സഫറിങ് ഉണ്ട്. അപ്പൊ അവർക്ക് ദൈവം കൊടുത്ത സമ്മാനം എന്തുവാണ്? 2 ഭാഗത്തും 2 പേർക്കും സൗഖ്യം എന്ന സമ്മാനം കൊടുത്തു. അതാണ് മേഴ്സി, കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്മാനമാണ്. ഈ കമ്പാഷനേറ്റ് ഗിഫ്റ്റ് എന്ന് പറയാനുള്ള റീസൺ, ഒരു പ്രശ്നത്തിലായിരിക്കുന്ന ഒരുവനെ സഹായിക്കണം എന്ന് തോന്നി, ഹൃദയത്തിൽ തോന്നി കൊടുക്കുന്ന സമ്മാനം. നമുക്ക് ചുമ്മാ കൊടുത്തേക്കാമെന്ന് തോന്നിയല്ല, അയാൾ പ്രശ്നത്തിലാണ്, അയാളോട് സഹതാപം തോന്നിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? മനസ്സലിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന സമ്മാനമാണ് കരുണ. അപ്പൊ ഇവിടെ 2 ഭാഗത്തും എന്ത് ചെയ്തു? സമ്മാനം കിട്ടി. അവർക്ക് കിട്ടിയ സമ്മാനം 15:28 എങ്ങനെയാണ്: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മക്കൾക്ക് സൗഖ്യം വന്നു. അപ്പൊ സൗഖ്യം എന്ന് പറയുന്ന സമ്മാനം സ്ത്രീയുടെ മകൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് അത് സ്ത്രീക്ക് കിട്ടിയതുപോലാണ്. അത് കഴിഞ്ഞ് 20-ാം അധ്യായത്തിൽ അവർക്കും എന്ത് കിട്ടി? യേശു മനസ്സരിഞ്ഞ്, അതാണ് കമ്പാഷനേറ്റ് എന്ന് പറയാനുള്ള റീസൺ. ഹൃദയത്തിൽ അയാളെ സഹായിക്കണമെന്ന് തോന്നിക്കൊണ്ട് ആ സമ്മാനം കൊടുക്കുന്നു. ഉടനെ യേശു മനസ്സരിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. അപ്പൊ അവർക്കും കിട്ടി എന്ത്? സമ്മാനം, സൗഖ്യം കിട്ടി. അപ്പൊ ഈ മേഴ്സിയുടെ മീനിങ്ങിൽ നമുക്ക് 3 ഭാഗമാണുള്ളത്. ഒന്ന്, കമ്പാഷനേറ്റ് ഗിഫ്റ്റ്, അതൊരു സമ്മാനമാണ്. ഈ സമ്മാനം ആർക്ക് കൊടുക്കുന്നതാണ്? അനുഭവിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യക്കാരന് കൊടുക്കുകയാണ്. ഇവിടെ അനീത ഉപന്യാസം വായിച്ചപ്പോൾ ആർക്കൊക്കെയാണ് കരുണ കിട്ടണമെന്ന് കുറേ ആളുകളുടെ പേര് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ അത് ചുരുക്കമായി പറഞ്ഞ അനുഭവിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് ഇൻ നീഡ്, ആവശ്യക്കാരന് കൊടുക്കുന്ന ഒരു കമ്പാഷനേറ്റ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്മാനമാണ് കരുണ. ഇനി ഇത് ആരാണ് കൊടുക്കുന്നത്? ഒന്ന്, എ പേഴ്സൺ ഹു ഹാസ് അതോറിറ്റി. അലക്സ് ഇവിടെ കഥ പറഞ്ഞപ്പോൾ ദാവീദ് ഈ പോഷത്തിന് സമ്മാനം കൊടുത്തു. എന്തുവാ? ഇനി എൻ്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതൊരു സമ്മാനമാണ്. പക്ഷെ എന്തുകൊണ്ട് ദാവീദിന് കൊടുക്കാൻ പറ്റി? ബിക്കോസ് ഹി ഹാസ് ദി അതോറിറ്റി. പിന്നെ യേശുവിന് എന്തുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞു, സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞു? കാരണം യേശുവിന് ആ രോഗത്തിന്റെ മുകളിലും അതോറിറ്റി ഉണ്ട്, അവരുടെ മേളിലും അതോറിറ്റി ഉണ്ട്. അപ്പൊ എ പേഴ്സൺ ഹു ഹാസ് അതോറിറ്റിയാണ് സമ്മാനം കൊടുക്കുന്നത്. അത് മാത്രമല്ല, എ പേഴ്സൺ ഹു ഹാസ് കൈൻഡ്നെസ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൂക്കോസ് 10:30 വരാം. ഇങ്ങനെയാണ് യേശുവൻ അതിൽ ഒരു പുള്ളിക്കാരൻ വന്ന്, ന്യായശാസ്ത്രി വന്ന് ചോദിക്കുവാണ്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അതിൽ ഈ കൂട്ടുകാരൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ 34-ാം വാക്യം: മനസ്സരിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. എന്നിട്ട് ലാസ്റ്റ് യേശുവൻ ചോദിക്കുവാണ്,
അതോറിറ്റി ഉള്ളവർക്ക്, 2 മനസ്സലവുള്ളവർക്ക്. മനസ്സലിഞ്ഞ, അതാണ് ആ കരുണയുടെ ഡെഫിനിഷൻ. ഇറ്റ്സ് എ കമ്പാഷനേറ്റ് ഗിഫ്റ്റ്. ചുമ്മാ കൊടുക്കുന്നതല്ല. ഒരുവനെ എനിക്ക് സഹായിക്കണം, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഈ വഴി കൂടെ പോണവരോട് നമ്മൾ കരുണ കാണിക്കാറുണ്ട്. അവരുടെ പ്രശ്നത്തിൽ നമുക്ക് കരുണ തോന്നും. ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് വരുവാണ്. നമ്മൾ ഇതിൽ ഏത് ഭാഗത്തിൽ പെടും? നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ കിട്ടെ 2 ഭാഗമുണ്ട്. ദോസ് ഹു റിസീവ് ആൻഡ് ദോസ് ഹു ഗിവ്. കൊടുക്കുന്ന ആള്, കരുണ കൊടുക്കുന്ന ആള്, കരുണ പ്രാപിക്കുന്ന ആള്. അപ്പൊ ഇതിൽ 2 ഭാഗത്തിൽ നമ്മൾ ഏതിലാണ് വരുന്നത്? ഈ കരുണ കിട്ടിയ ആളുകളാണോ, കരുണ കൊടുക്കേണ്ടവരാണോ? 2. കറക്റ്റ്. നമ്മൾ 2ആണ്. അപ്പൊ നമുക്ക് ആദ്യം ചോദിക്കാം, കരുണ റിസീവ് ചെയ്താലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റിസീവ് ചെയ്തത്? നമ്മൾ എന്തെങ്കിലും സഫറിങ്ങിലായിരുന്നോ? നമ്മൾ എന്തെങ്കിലും കഷ്ടതയിലായിരുന്നോ? നമുക്ക് വായിക്കാം എഫേസ്യർ 2:1. അതെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. അപ്പൊ നമ്മളുടെ സ്റ്റേറ്റസ് അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു, നമ്മളുടെ യഥാർത്ഥ കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. മരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക മരണമല്ല. യഥാർത്ഥ മരണം എന്ന് പറയുന്നത് യേശപ്പൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഭൂലോകത്ത് സകല മനുഷ്യരും മരിച്ചിരുന്നു. നമ്മളും മരിച്ചിരുന്നു, ഞാനും മരിച്ചിരുന്നു. അതായത് എനിക്ക് യേശപ്പൻ ഇല്ലായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇല്ലായിരുന്നു. ദൈവം ഇല്ലാത്ത ഒരുവന്റെ അവസ്ഥയാണ് മരണം. അപ്പൊ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. 2:12 എഫേസ്യർ തന്നെ. ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും. ഇപ്പൊ നമുക്ക് യേശപ്പൻ എന്ന് പറഞ്ഞ ആളേ ഇല്ലായിരുന്നു. നമ്മുടെ അവസ്ഥയാണ്, നമ്മുടെ സഫറിംഗ് ആണ്. അത് കഴിഞ്ഞ് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. മുൻപേ ദൂരസ്ഥരായിരുന്നു. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന കഷ്ടത. അപ്പൊ എന്തൊക്കെയായിരുന്നു? വി വേർ അണ്ടർ ഗോഡ്സ് കേഴ്സ്. ദൈവത്തിന്റെ കേഴ്സിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാപത്തിന് കീഴിലായിരുന്നു നമ്മൾ. എനിമീസ് ഓഫ് ഗോഡ്സ് ചിൽഡ്രൻ. ദൈവ മക്കളുടെ ശത്രുക്കളായിരുന്നു നമ്മൾ. ലോസ്, നഷ്ടമായവരായിരുന്നു. നമുക്ക് ഒരു പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന കഷ്ടത. അപ്പൊ എന്താ സംഭവിച്ചത്? അതാണ് അടുത്ത ചോദ്യം. ശരിയാണ്, നമുക്ക് സഫറിങ് ഉണ്ടായിരുന്നു, നമുക്ക് കഷ്ടത ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഷ്ടത ഉള്ളവനാണ് എന്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു, ഒരു സമ്മാനം കിട്ടുന്നത്. നമുക്ക് കിട്ടിയ സമ്മാനം എന്താണ്? എഫേസ്യർ 2:4. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയും. ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയ യഥാർത്ഥ സമ്മാനം. ഈ ലോകത്ത് ഏത് മനുഷ്യനും കിട്ടാൻ പറ്റുന്ന യഥാർത്ഥ സമ്മാനം യേശുക്രിസ്തു. യേശുക്രിസ്തു ജീവിതത്തിൽ നമുക്ക് വന്നു. ദൈവം നമ്മളുടെ കഷ്ടത കണ്ട് യേശുക്രിസ്തുവിനെ നമുക്ക് തന്നു. ഇപ്പം നമ്മൾ എന്താണ്? യേശുക്രിസ്തുവിലൂടെ നമ്മൾ ഉയർത്തു. ദൈവത്തിന്റെ അപ്പച്ചൻ പറഞ്ഞ ദൈവസഭയിൽ നമ്മൾ ആക്കിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, God is so rich in mercy, he loved us so much. ദൈവം ഭയങ്കര റിച്ച് ഇൻ മേഴ്സി എന്ന് പറഞ്ഞ കരുണയാൽ നിറഞ്ഞിരിക്കുന്ന ദൈവം, കരുണയിൽ സമ്പന്നനായ ദൈവം, he loved us so much. നമ്മൾ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ഒരുപാട് സ്നേഹിച്ചു. That even though we were spiritually dead, നമ്മൾ കഷ്ടതയിലായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചത്, നമ്മൾ സ്പിരിച്വലി ആത്മീയമായി നമ്മൾ മരിച്ചവരായിരുന്നു എങ്കിലും he gave us back our lives. നമുക്ക് ജീവൻ തിരിച്ചു നൽകി. ഇതാണ് നമുക്ക് കിട്ടിയ യഥാർത്ഥ സമ്മാനം. ഇതാണ് നമുക്ക് കിട്ടിയ യഥാർത്ഥ കമ്പാഷനേറ്റ് ഗിഫ്റ്റ്. നമ്മൾ കഷ്ടതയിലായിരുന്നു, നമ്മൾ മരിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ യേശപ്പനെ ദൈവം തന്നതിലൂടെ യേശപ്പന്റെ മക്കളായി തീർന്നു. അപ്പൊ നമ്മൾ റിസീവേഴ്സായി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റിസീവറായി. ഇനി നമ്മൾ പ്രിജിജി പറഞ്ഞു, നമ്മൾ ഗിവറും ആവണം, നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അത് നമുക്ക് പെട്ടെന്ന് ഞാൻ നിർത്താം. 3 വാക്യം. ലൂക്കോസ് 10:37. നേരത്തെ കൂട്ടുകാരുടെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ കരുണ ലഭിച്ചു, നമുക്ക് യേശുക്കളിൽ നിന്ന് സമ്മാനം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ സമ്മാനം മറ്റുള്ളവർക്ക് കൊടുക്കുക. അടുത്ത് മത്തായി 23:23 പറയുന്നുണ്ട്, യെസ് യു ഷുഡ് ഡു ബട്ട് നെവർ ലീവ് ദീസ്. അത് എന്തുവാണ്, ശാസ്ത്രജ്ഞരെ പറ്റി പറയുവാണ്. നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇത് കളയുന്നു, പക്ഷെ അത് ചെയ്യണം, പക്ഷെ ഇത് കളയരുത്. ഏതൊക്കെ? വിശ്വാസം, പ്രത്യാശ, വിശ്വാസം, ന്യായം, വിശ്വാസം, കരുണ. ഈ 3 നമ്മൾ കളയാൻ പാടില്ല. അതായത് നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അടുത്ത 5:7. ഈ കുഞ്ഞ് അലക്സ് ലാസ്റ്റ് നിർത്തിയ വചനമാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പൊ നമുക്ക് കരുണ ലഭിച്ചവരാണ്, നമ്മൾ ഈ കരുണ കൊടുക്കണം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേര് യേശുക്രിസ്തു ഒരിക്കലായിട്ട് കരുണ തന്നു. എല്ലാ ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി കരുണ കൊടുത്തു. പക്ഷെ അത് പ്രാപിക്കാൻ ഒരു കൃപ വേണം. ആ കൃപ കിട്ടാതെ
ഒരുപാട് പേര് നമുക്ക് കൃപ യേശുവിന്റെ കൃപയായി കിട്ടി. ഇനി അതേപോലെ അനേകർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്ക് കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മളുടെ ജീവിതശൈലിയിലൂടെ അവർക്ക് ക്രിസ്തുവിനെ കാണുന്ന രീതിയിലാക്കാം. 2, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. 3, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവർക്കും കരുണ ലഭിച്ച് നമുക്ക് ഓരോരുത്തർക്കും കരുണ കൊടുക്കുന്നവരാകെ യേശു സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.